ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗേൾസിന് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന വീഡിയോ. പക്ഷേങ്കിൽ എനിക്ക് പല സാഹചര്യങ്ങളൊന്നും സമയം കിട്ടാത്തയും കാരണങ്ങളും കൊണ്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന സംഭവം ഇത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ് കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓഫ് കോഴ്സ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗേൾസ് തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് എന്ന് പറയാം, പക്ഷേ എല്ലാം ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പലപ്പോഴും പല സംഭവങ്ങളെന്ന് വെച്ചാൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കും, പക്ഷേങ്കിൽ ഉപയോഗിക്കുന്ന ഭയങ്കര കുറവാണ്. ഇപ്പം ഞാൻ കൂടുതലും ഒബ്സസ്ഡ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഉണ്ടല്ലോ. ന്യൂഡ് കൈൻഡ് ഓഫ് മീൻസ് നമ്മൾ ഇട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാവുകയില്ല, പക്ഷെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കളേഴ്സ് ആണല്ലോ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തേനോടാണ് ഇപ്പോഴും എനിക്കും കൂടുതൽ താല്പര്യം. കുറച്ചും കൂടെ നല്ല സട്ടിലായിട്ട് നിൽക്കുന്ന ലൈറ്റ് ബ്രൗൺ, നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ ചേരുന്ന ടൈപ്പ് ഓഫ് കളേഴ്സ് ഇല്ലേ, അങ്ങനത്തേനോടാണ് ഇപ്പം കൂടുതൽ താല്പര്യം. പക്ഷെ എൻ്റെ കയ്യിൽ എല്ലാ ടൈപ്പ് ഓഫ് കളേഴ്സും ഉണ്ട്. ഞാൻ കുറേയും കൂടി എന്താ പറയുക, ഇപ്പം നമ്മൾ വാങ്ങിയിട്ട് പാളിപ്പോകുന്ന കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ കളേഴ്സ് കുറച്ചും കൂടി മിക്സ് മാച്ച് ചെയ്തിട്ട് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇപ്പം കറൻ്റ്ലി എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച കുറേ ഡാർക്ക് ഷെയ്ഡ്സും കുറേ ലൈറ്റ് ഷെയ്ഡ്സും ഒക്കെ മിക്സപ്പ് ചെയ്തിട്ടൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ മിക്സിങ് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള കളേഴ്സും ഷെയ്ഡ്സും ഞാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് കാണിക്കാം. കുറേ കണക്ക് ഇട്ടാൽ രസമില്ലാത്ത കളേഴ്സ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് കാണിക്കാം. സംഭവം ചിലപ്പോൾ എൻ്റെ സ്കിൻ ടോണിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. മെയിനായിട്ട് എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഒരു കടയിൽ പോയിട്ട് സ്വാച്ച് ചെയ്ത് ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടല്ല ഒരു ലിപ്സ്റ്റിക് വാങ്ങിക്കുന്നത്. ജസ്റ്റ് ഒരു ഷെയ്ഡ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിക്കുകയാണ് ചെയ്യാറ് കൂടുതലും. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഷെയ്ഡ് നമുക്ക് മാച്ച് ഔട്ട് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഉണ്ടല്ലോ. ആദ്യം തന്നെ ഞാൻ ഫോക്കസ് ആവുന്നില്ലേ ഉണ്ടല്ലേ, ഞാൻ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, ഒരു 3-4 ഷെയ്ഡ്സ്. ഞാൻ അത് വെച്ചിട്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം എപ്പോഴും ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമായിട്ട്, ഇതിപ്പോൾ ഞാൻ ഒരു മൂന്നാലായിട്ടില്ല, ഒരു 2-3 വർഷമായിട്ട് എന്തായാലും തീരുമ്പോൾ അപ്പം തന്നെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു കളറാണ് ഇത്. നമ്മുടെ ലാക്മിയുടെ ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. ഇതിന് അറൗണ്ട് 300 ബിലോ ആയിട്ടാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഇതാണ് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനവും, അതുപോലെ തന്നെ ഞാൻ തീരുന്ന അനുസരിച്ചിട്ട് ക്ലിയർ ചെയ്ത് വെക്കുന്ന ഒരു ഷെയ്ഡും ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എന്ന് വെച്ചാൽ, ഇതിൻ്റെ എൻ്റെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഈ സെയിം സംഭവം തീരുമ്പം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണുകാർക്കും ഭയങ്കര രസമുള്ള ഷെയ്ഡ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ലിപ് ബാം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ലിപ് ബാം മാത്രം അപ്ലൈ ചെയ്തത് നമുക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളിപ്പം പെട്ടെന്നൊന്ന് പുറത്ത് പോവാണ്, വലിയ ഫങ്ഷനൊന്നും അല്ല, അങ്ങനത്തെ ഒരു ടൈമിൽ, അതുമല്ല നമ്മൾ വലിയൊരു ഫങ്ഷനൊക്കെയാണ്, നമ്മളൊരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോവുകയാണെന്ന് വെച്ചാലും ബെസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പം യൂസ് ചെയ്യാനും നല്ല. കാരണം നമ്മൾ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുകയില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പം ഞാൻ എന്തായാലും ഇട്ട് കാണിച്ചു തരാം. ഭയങ്കര രസമുള്ളൊരു ടെക്സ്ചറുമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബ് ആയി കിട്ടുകയും ചെയ്യും. ഒറ്റ സ്വാച്ച് മതിയെങ്കിൽ ഒറ്റ സ്വാച്ചിൽ ചെയ്യാം നമുക്ക്. ഞാൻ എന്തായാലും 2 കോട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ ഇതിൽ എൻ്റെ ക്യാമറയിൽ ഞാൻ സിനിമാറ്റിക് മോഡ് ഓൺ ആക്കി വെച്ചേക്കുക. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കുറച്ചും കൂടി കളറിലായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ എക്സാക്റ്റ് ഈ ഒരു
ഈ ഒരു കളർ കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ ബോട്ടിലിൻ്റെ ഈ സെയിം കളർ തന്നെ വരുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, മാറ്റാണ് സംഭവം. പൗഡർ മാറ്റ് എന്ന് പറയാൻ പറ്റില്ല, സൂപ്പർ മാറ്റാണ് സംഭവം. പക്ഷേങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡ്രൈ ഔട്ട് ചെയ്യുന്ന ഒരു ഫീൽ ചെയ്യുന്ന ഒരു കളറേ അല്ല. ഭയങ്കര രസമുള്ളൊരു ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ടെക്സ്ചറാണ്. നമുക്ക് ഇട്ടതിൻ്റെ ആ ഒരു ഫീലും ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സ്മഡ്ജ് പ്രൂഫ് അല്ല എന്തായാലും, അത് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മുടെ ലാക്മിയുടെ സാധാരണ ഒരു ബ്രാൻഡിൻ്റെ സംഭവമാണ്. സ്മഡ്ജ് പ്രൂഫോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫോ കിസ് പ്രൂഫോ ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും, ഭയങ്കര ലാസ്റ്റിംഗ് ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ സ്റ്റെയിൻ എപ്പോഴും നമുക്ക് ചുണ്ടിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പം രാവിലെ ഇട്ടാൽ എങ്ങനെയായാലും ഒരു ഉച്ച വരെ നമുക്ക് ആ ഒരു കളർ ടോൺ നമുക്ക് കിട്ടും. പിന്നെ ഇത് ഒന്നും കൂടെ സ്വാച്ച് ചെയ്താലുണ്ടല്ലോ നല്ലൊരു ബ്രൗൺ പോലത്തെ ഷെയ്ഡൊക്കെ നമുക്ക് കിട്ടുക. എനിക്ക് എൻ്റെ ഡെയിലി ബേസിസിൽ ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഒന്നും പറയാനില്ല വെച്ചാൽ ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യുക ഈ ഒരു കളറ്. എല്ലാവരും നോട്ട് ചെയ്തോ, നമ്മുടെ ലാക്മിയുടെ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഷെയ്ഡ് എല്ലാത്തിലും അവൈലബിൾ ആണ്. നൈക്ക, മിന്ത്ര, നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ നൈക്കയിലാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക. പിന്നെ ആമസോൺ എന്ന് വെച്ചാൽ നമ്മൾ കോപ്പീസൊക്കെ ഇറങ്ങുന്ന സമയം, അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചുണ്ടിലിടുന്ന സാധനം ഒരു ഫോൾട്ട് പറ്റാണ്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കണം എന്നാണെങ്കിൽ ഐ പ്രിഫർ നൈക്ക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെയിലി ബേസിസിലുള്ള ഫേസ്റ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തായാലും അടുത്ത ലിപ്സ്റ്റിക്ക് കാണാം. ഞാൻ ഇത് എപ്പോഴേക്കൊന്ന് വൈപ്പ് ചെയ്യും. ഞാൻ ഇതെല്ലാം ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്യട്ടെ. നിങ്ങളുടെ ലിപ്സ് കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് മാത്രം ലിപ്സ്റ്റിക്ക് ഇടുക. അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ആണെങ്കിലും എത്ര വലിയ ലിപ്സ്റ്റിക് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് ലാക്മി തന്നെ വേണ്ട, ഞാൻ കുറച്ചൊരു നല്ല ബ്രാൻഡ് എന്നല്ല, കുറച്ചും കൂടെ ഒരു എന്താ പറയുക ലക്ഷറിയസ് ബ്രാൻഡ് ആണ്. പക്ഷേ എന്നാലും കുറച്ച് പ്രൈസി ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ലോറിയാൽ പാരീസിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഒരു ലിപ്സ്റ്റിക്കും കൂടെ വന്നല്ലോ, ഇതിലുണ്ട്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഷെയ്ഡാണ്. കാരണം ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അവസാനം ഞാൻ ഇത് വാങ്ങിച്ചു. ഇതെന്തായാലും അറൗണ്ട് ഒരു 800 റുപ്പീസിൻ്റെ ലിപ്സ്റ്റിക്കാണ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഭയങ്കര അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും എന്താ പറയുക പ്രൈസിൻ്റെ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പ്രൈസിയാന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ ഏറ്റവും പൈസ മുടക്കി വാങ്ങിക്കുന്ന ആകെയുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കാണ്. കാരണം ഞാൻ വേറെ അങ്ങനെ മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരാളല്ല. വേറെ എന്തില്ലെങ്കിലും ഞാൻ ഇവിടെ ഒരു മോയ്സ്ചറൈസർ പോലും അപ്ലൈ ചെയ്യാണ്ട് ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത് എപ്പോഴും വേണം. അപ്പോൾ ഇത് നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ 149 എൻചാൻറ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതും ഭയങ്കര ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് സംഭവമാണ്. ഞാൻ ഇപ്പോൾ ഇട്ട ഷെയ്ഡിനെക്കാട്ടിലും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത്. ഇതും ഞാൻ ഡെയിലി ബേസിസിൽ പെട്ടെന്ന് നമ്മൾ പോവുകയാണെന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ട് എടുത്ത് പോകുന്ന ഒരു സംഭവം ഇത്. ഇതിൻ്റെ ബ്രഷൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ബ്രഷൊക്കെ വരുന്നത് ഒരു കേർവ് ടൈപ്പ് ഓഫ് ബ്രഷാണ്. ഇതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല എന്താ അറിയോ, നമ്മൾ ഈ സംഭവം ഇപ്പം നമ്മൾ ഞാൻ വിചാരിച്ച ആദ്യം നമ്മൾ വാങ്ങി കുറച്ച് കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല എന്നാ. പക്ഷെ ഇപ്പം ഞാൻ ഈ അടപ്പ് തുറന്ന് ഞാൻ ഇടുമ്പോഴും ഭയങ്കര തണുപ്പാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ലോറിയലിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഷെയ്ഡിൻ്റെ സംഭവത്തിന് എന്തോ പറയാനുണ്ട്, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ മേലെ ഒന്നും കാണുന്നില്ല. ഈ ഒരു കാറ്റഗറിക്ക് എന്തോ പറയാനുണ്ട്. ഈ ഒരു കാറ്റഗറിയിലുള്ള സംഭവം മീൻസ് ഇങ്ങനത്തെ കുപ്പി ബോട്ടിൽസിൽ വരുന്ന ലിപ്സ്റ്റിക് ഇടുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര തണുപ്പാണ്. അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് എനിക്കറിയില്ല. ഓഫ് കോഴ്സ് നമ്മൾ എന്തെങ്കിലും കെമിക്കലായിരിക്കാം, പക്ഷെ അത് ഭയങ്കര തണുപ്പാണ്. നമുക്ക് ഒരു ഇറിറ്റേറ്റീവ് ഫീലൊന്നും ലിപ്സിന് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഇത് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഭയങ്കര ന്യൂഡ് കളറാട്ടോ, ഭയങ്കര ന്യൂഡാ.
കണ്ടില്ലേ? നമ്മൾ ഓരോ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസിന്റെ ഷെയ്ഡ് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അത് ഭയങ്കര സംഭവമാണ്. അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം എനിക്ക് ഒന്നിനൊന്ന് ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സാണ് സംഭവം. ഇതും അതുപോലെ തന്നെയാണ്. നമുക്കിതാ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ അങ്ങനെ ഓവർലി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്ലം ചെയ്ത് നിൽക്കുന്ന ഒരു കളറൊന്നുമല്ല. ഇതും ഞാൻ വളരെ ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഈ കളറും ഞാൻ എന്തായാലും ഇത്രയും ഒരു റേറ്റിന്, ഒരു 800 റേറ്റിനൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കളർ ഞാൻ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യും. 149 എൻചാൻറ്റ്, അതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര മാറ്റ് ആണ് സംഭവം. കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മൾ ഇത് കുറച്ച് കാറ്റൊക്കെ അടിക്കുമ്പം നല്ല മാറ്റ് ആവും. പക്ഷെ അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മൾ ഈ ഒരു പ്രൈസിന് നമ്മൾ വാങ്ങിക്കുമ്പം ശരിക്കും എന്താ പറയുക, വേർത്താണോ ചോദിച്ചാൽ കളറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര വേർത്താണ്. കുറച്ച് റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ സ്മട്ട് പ്രൂഫ് ഒന്നുമല്ല, വാട്ടർ പ്രൂഫും അല്ല. പക്ഷെ പെട്ടെന്നൊന്നും അങ്ങനെ നമ്മളിപ്പോൾ ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ പോകും അങ്ങനെയൊന്നുമല്ല. കുറച്ച് സമയം ഇപ്പം ഞാൻ നേരത്തെ അതിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം ഇട്ടിട്ടുണ്ട്, അല്ല രാവിലെ ഇട്ടതാണെങ്കിൽ ഒരു ഉച്ച വരെയൊക്കെ നിൽക്കും, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഒരു സെക്കൻഡ് ഫേവറേറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തത് നോക്കാം. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ ഒരു ടിപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒരു വെറ്റ് വൈപ്സ് കൊണ്ടാണ് എപ്പോഴും വൈപ്പ് ചെയ്ത് കളയുന്നത്. ആൻഡ് വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്ത് കളയും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, ടൂത്ത് ബ്രഷ് നമ്മൾ അപ്പം ഞാൻ രാത്രി ഇപ്പം എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി വന്നു കഴിഞ്ഞാലാണെങ്കിൽ ഞാൻ എല്ലാം വൈപ്പ് ചെയ്ത് കളഞ്ഞ് പിന്നെ നമ്മൾ രാത്രി ബ്രഷ് ചെയ്യുമല്ലോ, ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചുണ്ടിന് ചെറിയൊരു സ്ക്രബ് മാതിരി കൊടുക്കും. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ഡെഡ് സെൽസും കാര്യങ്ങളും എല്ലാം റിമൂവ് ആവും. ഞാനിത് പേളി ചേച്ചിയുടെ, നമ്മുടെ പേളി മാണി പറയുന്ന കേട്ടിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയ സംഭവം. ചേച്ചീൻ്റെ ഒരു യൂട്യൂബിൽ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചുണ്ട് സ്ക്രബ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ അതെനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. നമ്മുടെ എന്ത് ലിപ്സ്റ്റിക് ഇട്ടാലും അധികം പിഗ്മെൻറ്റഡ് ആവാണ്ട് വെക്കാൻ കുറച്ച് നല്ല ഒരു ടിപ്പായിരുന്നു അത്. അപ്പം ഞാൻ ഇതെല്ലാം വൈപ്പ് ചെയ്ത് കളഞ്ഞ് എൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലാക്മിയുടെ തന്നെയാണ്. സെയിം ലാക്മിയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ വരുന്ന ഇൻ ദ ഷെയ്ഡ് ന്യൂഡ് ഡ്രീം. ഇതും ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. ഇപ്പം റീസെൻ്റ്ലി ആണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്, തീർന്നിട്ടൊന്നുമില്ല. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ കളർ ന്യൂഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ തീർന്നു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതും നല്ലൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ കളർ ഉണ്ടല്ലേ, ഈ സെയിം കളറാണ്, ഒരു മുവാ പിങ്കിൻ്റെ ഒക്കെ ഷെയ്ഡാണ് വരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു രസമുള്ള കളറാണ് ഇത്. ഞാൻ കൂടുതലും ഇപ്പം അധിക ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിത് ഈ കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈവനിങ് പാർട്ടിക്കും യൂസ് ചെയ്യാം, നോർമൽ ഒരു കല്യാണ ദിവസമാണെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളെ ഡള്ളാക്കി കളയാത്തൊരു ന്യൂഡ് കളറായത്. അപ്പോൾ ഞാൻ എന്തായാലും ഇട്ട് കാണിക്കാം. ഞാൻ എന്തായാലും 2 കോട്ട് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ഇട്ടാലും ഇത് ഒറ്റ സ്വാച്ചിന് ഓക്കെയാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും കൂടെ ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയാൽ ഈ സെയിം എക്സാക്ട് കളറാണ് വരുന്നത്. ഇത് ന്യൂഡ് പിങ്ക് എന്നല്ല, ആ പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് ഇത് സംഭവം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലിക്വിഡ് മാറ്റ്. ഞാനിപ്പോൾ കാണിച്ച 3 എന്ന് വെച്ചാൽ നമുക്ക് അപ്പം തന്നെ ഒരു മാറ്റീവ് എഫക്റ്റ് ഒന്നും തരില്ല. ഇതിപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആൻഡ് അബ്സോർവ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും എൻ്റെ മുഖത്തിൻ്റെ കളർ ഷെയ്ഡ് ചേഞ്ച് ആയില്ലേ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഷെയ്ഡാണ്.
ഇതാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് കളർ എന്ന് പറയുന്നത്. ഇത് തന്നെ വരുന്നത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൻ്റെ ബോട്ടിലിൻ്റെ ഈ സെയിം കളർ തന്നെ വരുന്നത്. പല സാധനങ്ങളും ഞാൻ ബോട്ടിലുള്ള കളർ വാങ്ങിയിട്ട് പിന്നെ എനിക്ക് ഇതെല്ലാ സംഭവം എന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ളിൽ വേറെ കളറായിട്ടുള്ള സംഭവം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിലിൻ്റെ കളർ തന്നെ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു തേർഡ് ഫേവറേറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഡെയിലി യൂസ് ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് ന്യൂഡ് ഡ്രീമാണ്. ന്യൂഡ് ട്വിസ്റ്റ് മറ്റത്, ഇത് ന്യൂഡ് ഡ്രീമാണ് വരുന്നത്. ഇതും ഞാൻ നേരത്തെ സെയിം കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നമുക്ക് എന്താ പറയുക, മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, പക്ഷേങ്കിൽ അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് തോന്നി എന്താ അറിയോ, ഇതിന് പ്രൈസ് കൂടുതലാണ്, ഓക്കെ, പക്ഷേ ഇതാണ് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നത്. ലാക്മിയാണ് കുറച്ച് സമയം കൂടെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് പോവും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ചും കൂടെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. മാറ്റ് ആവും, എന്നാലും അത് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു തണുപ്പ് ഫീലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു പൗഡറി മാറ്റ് ഫിനിഷ് വരുന്നതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. ഇത് അത്ര ലാസ്റ്റ് ചെയ്യില്ല. അതാണ് ഇത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഡെയിലി യൂസ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാം ഒന്നും ഇട്ട് കാണിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാം കൂടെ ഞാൻ ഇന്ന് തന്നെ എൻ്റെ ചൂണ്ടിലിടാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണി പാളും. അപ്പോൾ ലിപ് ബാം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു ക്രയോൺ ആണ്. ക്രയോൺ ആക്ച്വലി തുറന്ന സ്ഥലം മാറിപ്പോയി. ക്രയോൺ ആക്ച്വലി തീർന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഈ സംഭവം കുറേ എൻ്റെ അടുത്ത് നിന്ന് തീർന്നു പോയതാ. ഇതിപ്പോൾ ഇനി ഇത് സ്കട്ടർ വെച്ച് ചെത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 22 കോഫി, ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷെ ഭയങ്കര കട്ടി ബ്രൗൺ കോഫി അങ്ങനെ പറയാൻ പറ്റില്ല. ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു അടിപൊളി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇത് ഞാൻ ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. എനിക്കത് റീഫിൽ ചെയ്യണം. ഇതിനാകെ 200 സംതിങ് റേഞ്ച് വരുന്നുള്ളൂ. സ്വിസ് ബ്യൂട്ടി അല്ലേ. അപ്പോൾ ഞാൻ ഇതിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇടാൻ മാത്രം ഇതിലില്ല ആക്ച്വലി. കണ്ടില്ലേ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു സംഭവം. എനിക്ക് നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെ ന്യൂട്രിസ്റ്റിൻ്റെ സെയിം കളറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്നാലും അതിനേക്കാളും കുറച്ചും കൂടി ഒരു ക്രയോൺ ആണല്ലോ. ഇതും ഞാൻ എപ്പോഴും ഡെയിലി പോകുമ്പോൾ യൂസ് ചെയ്ത് പെട്ടെന്ന് തീർന്നു പോയിട്ടുള്ളൊരു സാധനം. പിന്നെ എനിക്കതിനിപ്പോൾ റീഫിൽ ചെയ്യണം. അത്ര ഞാൻ ചെയ്തിട്ടില്ല, ഇപ്പം ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ 1 2 3 4th വണ്ണ് വരുന്നത്. നല്ല രസമുള്ള ഷെയ്ഡാട്ടോ. ഞാൻ ആദ്യം ക്രയോൺ വാങ്ങിക്കുമ്പം ഞാൻ വേറൊരു ക്രയോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ഇങ്ങനെ മാറ്റായിട്ട് ഭയങ്കര ഡ്രൈ ഔട്ട് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് സ്വിസ് ബ്യൂട്ടിയുടെ അല്ല, വേറെ ഏതോ ഒരു ബ്രാൻഡാണ്, മാർസിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വാങ്ങിക്കുമ്പം. പക്ഷേ ഇത് അങ്ങനെ ഭയങ്കര ഡ്രൈ ഔട്ടൊന്നും ആവുന്നില്ല. പെട്ടെന്ന് നമുക്കിങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു ഷെയ്ഡായത്. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ് നോട്ട് ചെയ്തോ, 22 കോഫി ഫ്രം സ്വിസ് ബ്യൂട്ടി. ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇത് കളയട്ടെ. ക്രയോൺസ് എന്ന് പറയുന്ന സാധനം ഞാൻ പൊതുവെ അങ്ങനെ വാങ്ങിക്കാറില്ല. ഇതാണ് എൻ്റെ അടുത്ത് ആകെയുള്ള ഒരു ക്രയോണ്. പിന്നെ മുന്നേ ഉള്ള അത് തീർന്നതല്ല, അത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്സായിപ്പോയി സംഭവം, അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പം ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ, പിന്നെ ഇത് ഞാനിപ്പോൾ സ്വാച്ച് ചെയ്യുന്നില്ല, ഇത് വേറൊരു ഡെയിലി ബേസിസിൽ ഇടാൻ പറ്റുന്ന ഒരു ലിപ് ഷെയ്ഡാണ്. ദിസ് ഈസ് ഫ്രം നമ്മുടെ സുഡിയോൻ്റെ റേറ്റൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഇത് സ്റ്റെയിൻ മോച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇതും ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാളായി കേട്ടോ.
ഞാൻ ആകെ ഇപ്പം സ്ഥിരമായിട്ട് വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലാക്മിയുടെ ന്യൂഡ് ട്വിസ്റ്റാണ്. അതെപ്പോൾ തീർന്നാലും ഞാൻ പെട്ടെന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും. ബാക്കിയൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ അധികം പെട്ടെന്ന് തീരാറില്ല. നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഒരു ഡെയിലി ബേസിസിൽ എപ്പോഴും പെട്ടെന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ ഇടുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അടുത്ത ഞാനൊരു നല്ലൊരു ഷെയ്ഡ് കാണിച്ചു തരാം. ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് ഹുദ ബ്യൂട്ടി. ഹുദ ബ്യൂട്ടിയുടെ കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ്, അധികം നല്ല, എന്തായാലും ഒരു 1000 റേഞ്ചിലാണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് മിനിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും മിനിയാണ് വാങ്ങിക്കാറുള്ളത്, കാരണം എനിക്ക് ഇതിൻ്റെ ആവശ്യം മാത്രമേ വരാറുള്ളൂ. ഞാൻ അങ്ങനെ ഡെയിലി ഡാർക്ക് ലിപ്സ്റ്റിക് ഇടുന്ന ഒരാളല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ കളേഴ്സൊക്കെ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മിനിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഷെയ്ഡ് വന്നിട്ട്, അയ്യോ ഷെയ്ഡ് കാണുന്നില്ലല്ലോ, ബൊഹോ ബേബി. അതാണ് ബൊഹോ ബേബി എന്നാണ്, BOHO പിന്നെ BABE. അതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് 0632 ആണ്. 0632 ആണ് ഷെയ്ഡിൻ്റേത്. ഇത് നല്ലൊരു ഡാർക്ക് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, എന്താ ഈ കളറിനെ ശരിക്കും പറയാം, ബർഗണ്ടി അല്ല, ഒരു റെഡ് മിക്സ് ഓഫ് പിങ്ക് ഇല്ലേ, ഈ ഒരു ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ചോക്ലേറ്റി സ്മെല്ലാട്ടോ. ഇതും ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നല്ലപോലെ മാറ്റായിട്ട് നിൽക്കും നമുക്ക്. ഞാൻ എന്തായാലും ഇട്ട് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ഈ ബ്രഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഡിഫൈനായിട്ട് വരയാം. നമുക്ക് നമ്മുടെ ലിപ്പിൻ്റെ കോർണറൊക്കെ നല്ല ഡിഫൈനായിട്ട് വരയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രഷാണ് ഇതിനുള്ളത്. ആൻഡ് ഇത് എന്താണ്, ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല മാറ്റാ. ഡെയിലി ബേസിസിൽ ഞാൻ പ്രിഫർ ചെയ്യുമെന്ന് ചോദിച്ചാൽ നല്ല ഡാർക്ക് ലിപ്സ്റ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യും. അല്ലാന്നാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു റിസപ്ഷനോ ഒക്കെ പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുക. നല്ലൊരു ഷെയ്ഡാണ് എന്തായാലും. എൻ്റെ കയ്യിലുള്ളതൊക്കെ ഓൾമോസ്റ്റ് നല്ല ഷെയ്ഡാണ്. ഞാൻ പക്ഷെ അങ്ങനെ ഭയങ്കര ഓവറായിട്ട് ഡാർക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ ഇതേ സെയിം ഒരു മിനി എൻ്റെ അടുത്ത് ഒരു റെഡ് ഉണ്ടായിരുന്നു. ഇൻ ദ ഷെയ്ഡ് ഒരു അമേരിക്കാനോ അങ്ങനെ പറയുന്ന ഒരു ഷെയ്ഡ്, ഒരു റെഡ് ലിപ്സ്റ്റിക്ക്. റെഡ് മീൻസ് നമുക്ക് ഭയങ്കര ഒരു റെഡല്ല, നല്ലൊരു രസമുള്ളൊരു മെറൂൺ മിക്സ് ആയിട്ടുള്ളൊരു റെഡ്. അതെൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഷെയ്ഡ് എന്നുള്ളത്. അത് നമുക്ക് ഡെയിലി ബേസിസിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി. അത് ആകെ കട്ടപ്പിടിച്ചെല്ലാം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് എനിക്ക് റീസ്റ്റോക്ക് ചെയ്യണം. ഇതിനൊരു 1500 ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്യണം എന്തായാലും. അത് ഭയങ്കര രസമുള്ളൊരു റെഡാണ്. ആ റെഡ് എനിക്ക് വേറെ ഒരു ബ്രാൻഡൊന്നും ആ ഒരു കൈൻഡ് ഓഫ് റെഡ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഇട്ടാൽ അത് ഭയങ്കര അത് റെഡാണെന്ന് തോന്നിക്കാത്ത ടൈപ്പ് ഓഫ് റെഡായിരുന്നു. അപ്പോൾ അതെന്തായാലും എൻ്റെ കയ്യിൽ അതിൻ്റെ ബോട്ടിൽ പോലും കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുമായിരുന്നു. അമേരിക്കാനോ എന്നാണ് അതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇത് സ്മഡ്ജ് പ്രൂഫാണ് കുറച്ച്. പിന്നെ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. നമ്മളിപ്പോൾ വെറ്റ് വൈപ്സ് ഉപയോഗിച്ച് തന്നെ കളയാൻ നോക്കിയാൽ കുറച്ച് നന്നായിട്ട് വരക്കേണ്ടി വരും. അല്ലാണ്ട് കുറച്ച് പണിയാണിത് പോകാനായിട്ട്. നന്നായിട്ട് സ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം. ഇതിപ്പം ഞാൻ ഇട്ടപാടായതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. പിന്നെ കണ്ടില്ല, നമ്മൾ തുടച്ച് കഴിഞ്ഞാലും ആ ഒരു പിങ്ക് സ്റ്റെയിൻ എപ്പോഴും ചുണ്ടിൽ തന്നെ ഉണ്ട്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഹുദ ബ്യൂട്ടിയുടെ ആകുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എവരിബഡി നോസ്. ഈ സംഭവം കുറേ എൻ്റെ അടുത്ത് നിന്ന് തീർന്നു പോയതാ. ഇതിപ്പോൾ ഇനി ഇത് സ്കട്ടർ വെച്ച് ചെത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 22 കോഫി, ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷെ ഭയങ്കര കട്ടി ബ്രൗൺ കോഫി അങ്ങനെ പറയാൻ പറ്റില്ല, ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു അടിപൊളി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്.
ഇത് ഞാൻ ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ, എനിക്കത് റീഫിൽ ചെയ്യണം. ഇതിനാകെ 200 സംതിങ് റേഞ്ച് വരുന്നുള്ളൂ. സ്വിസ് ബ്യൂട്ടി അല്ലേ, അപ്പോൾ ഞാൻ ഇതിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇടാൻ മാത്രം ഇതിലില്ല ആക്ച്വലി, കണ്ടില്ലേ? നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു സംഭവം. എനിക്ക് നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെ ന്യൂട്രിസ്റ്റിൻ്റെ സെയിം കളറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്നാലും അതിനേക്കാളും കുറച്ചും കൂടി ഒരു ക്രയോൺ ആണല്ലോ. ഇതും ഞാൻ എപ്പോഴും ഡെയിലി പോകുമ്പോൾ യൂസ് ചെയ്ത് പെട്ടെന്ന് തീർന്നു പോയിട്ടുള്ളൊരു സാധനം. പിന്നെ എനിക്കതിനിപ്പോൾ റീഫിൽ ചെയ്യണം, അത്ര ഞാൻ ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ 1 2 3 4th വണ്ണ് വരുന്നത്. നല്ല രസമുള്ള ഷെയ്ഡാട്ടോ. ഞാൻ ആദ്യം ക്രയോൺ വാങ്ങിക്കുമ്പം ഞാൻ വേറൊരു ക്രയോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ഇങ്ങനെ മാറ്റായിട്ട് ഭയങ്കര ഡ്രൈ ഔട്ട് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് സ്വിസ് ബ്യൂട്ടിയുടെ അല്ല, വേറെ ഏതോ ഒരു ബ്രാൻഡാണ്, മാർസിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വാങ്ങിക്കുമ്പം. പക്ഷേ ഇത് അങ്ങനെ ഭയങ്കര ഡ്രൈ ഔട്ടൊന്നും ആവുന്നില്ല, പെട്ടെന്ന് നമുക്കിങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു ഷെയ്ഡായത്. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ് നോട്ട് ചെയ്തോ, 22 കോഫി ഫ്രം സ്വിസ് ബ്യൂട്ടി. ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇത് കളയട്ടെ. ക്രയോൺസ് എന്ന് പറയുന്ന സാധനം ഞാൻ പൊതുവെ അങ്ങനെ വാങ്ങിക്കാറില്ല. ഇതാണ് എൻ്റെ അടുത്ത് ആകെയുള്ള ഒരു ക്രയോണ്. പിന്നെ മുന്നേ ഉള്ള അത് തീർന്നതല്ല, അത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്സായിപ്പോയി സംഭവം, അതുകൊണ്ടാണ്. അപ്പം ഇനിയിപ്പം ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കയ്യിൽ പിന്നെ ഇത് ഞാനിപ്പോൾ സ്വാച്ച് ചെയ്യുന്നില്ല. ഇത് വേറൊരു ഡെയിലി ബേസിസിൽ ഇടാൻ പറ്റുന്ന ഒരു ലിപ് ഷെയ്ഡാണ്. ദിസ് ഈസ് ഫ്രം നമ്മുടെ സുഡിയോൻ്റെ റേറ്റൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഇത് സ്റ്റെയിൻ മോച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇതും ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാളായി കേട്ടോ. ഞാൻ ആകെ ഇപ്പം സ്ഥിരമായിട്ട് വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലാക്മിയുടെ ന്യൂഡ് ട്വിസ്റ്റാണ്. അതെപ്പോൾ തീർന്നാലും ഞാൻ പെട്ടെന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും. ബാക്കിയൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ അധികം പെട്ടെന്ന് തീരാറില്ല. നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഒരു ഡെയിലി ബേസിസിൽ എപ്പോഴും പെട്ടെന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ ഇടുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അടുത്ത ഞാനൊരു നല്ലൊരു ഷെയ്ഡ് കാണിച്ചു തരാം. ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് ഹുദ ബ്യൂട്ടി. ഹുദ ബ്യൂട്ടിയുടെ കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ്, അധികം എന്നല്ല, എന്തായാലും ഒരു 1000 റേഞ്ചിലാണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് മിനിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും മിനിയാണ് വാങ്ങിക്കാറുള്ളത്, കാരണം എനിക്ക് ഇതിൻ്റെ ആവശ്യം മാത്രമേ വരാറുള്ളൂ. ഞാൻ അങ്ങനെ ഡെയിലി ഡാർക്ക് ലിപ്സ്റ്റിക് ഇടുന്ന ഒരാളല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ കളേഴ്സൊക്കെ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മിനിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഷെയ്ഡ് വന്നിട്ട്, അയ്യോ ഷെയ്ഡ് കാണുന്നില്ലല്ലോ, ബൊഹോ ബേബി. അതാണ് ബൊഹോ ബേബി എന്നാണ്, BOHO പിന്നെ BABE. അതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് 0632 ആണ്. 0632 ആണ് ഷെയ്ഡിൻ്റേത്. ഇത് നല്ലൊരു ഡാർക്ക് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, എന്താ ഈ കളറിനെ ശരിക്കും പറയാം, ബർഗണ്ടി അല്ല, ഒരു റെഡ് മിക്സ് ഓഫ് പിങ്ക് ഇല്ലേ, ഈ ഒരു ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല ചോക്ലേറ്റി സ്മെല്ലാട്ടോ. ഇതും ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, നല്ലപോലെ മാറ്റായിട്ട് നിൽക്കും നമുക്ക്. ഞാൻ എന്തായാലും ഇട്ട് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ഈ ബ്രഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഡിഫൈൻ ആയിട്ട് വരയാൻ പറ്റും. നന്നായിട്ട് നമുക്ക് നമ്മുടെ ലിപ്പിൻ്റെ കോർണറൊക്കെ നല്ല ഡിഫൈൻ ആയിട്ട് വരയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രഷാണ് ഇതിനുള്ളത്. ആൻഡ് ഇത് എന്താണ്, ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്.
നല്ല മാറ്റ. ഡെയിലി ബേസിസിൽ ഞാൻ പ്രിഫർ ചെയ്യുമെന്ന് ചോദിച്ചാൽ നല്ല ഡാർക്ക് ലിപ്സ്റ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യും. അല്ലാന്നാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു റിസപ്ഷനോ ഒക്കെ പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുക. നല്ലൊരു ഷെയ്ഡാണ് എന്തായാലും. എൻ്റെ കയ്യിലുള്ളതൊക്കെ ഓൾമോസ്റ്റ് നല്ല ഷെയ്ഡാണ്. ഞാൻ പക്ഷെ അങ്ങനെ ഭയങ്കര ഓവറായിട്ട് ഡാർക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ ഇതേ സെയിം ഒരു മിനി എൻ്റെ അടുത്ത് ഒരു റെഡ് ഉണ്ടായിരുന്നു. ഇൻ ദ ഷെയ്ഡ് ഒരു അമേരിക്കാനോ അങ്ങനെ പറയുന്ന ഒരു ഷെയ്ഡ്, ഒരു റെഡ് ലിപ്സ്റ്റിക്ക്. റെഡ് മീൻസ് നമുക്ക് ഭയങ്കര റെഡല്ല, നല്ലൊരു രസമുള്ളൊരു മെറൂൺ മിക്സ് ആയിട്ടുള്ളൊരു റെഡ്. അതെൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഷെയ്ഡ് എന്നുള്ളത്. അത് നമുക്ക് ഡെയിലി ബേസിസിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി. അത് ആകെ കട്ടപ്പിടിച്ചെല്ലാം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് എനിക്ക് റീസ്റ്റോക്ക് ചെയ്യണം. ഇതിനൊരു 1500 ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്യണം എന്തായാലും. അത് ഭയങ്കര രസമുള്ളൊരു റെഡാണ്. ആ റെഡ് എനിക്ക് വേറെ ഒരു ബ്രാൻഡൊന്നും ആ ഒരു കൈൻഡ് ഓഫ് റെഡ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഇട്ടാൽ അത് ഭയങ്കര അത് റെഡാണെന്ന് തോന്നിക്കാത്ത ടൈപ്പ് ഓഫ് റെഡായിരുന്നു. അപ്പോൾ അതെന്തായാലും എൻ്റെ കയ്യിൽ അതിൻ്റെ ബോട്ടിൽ പോലും കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുമായിരുന്നു. അമേരിക്കാനോ എന്നാണ് അതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇത് സ്മഡ്ജ് പ്രൂഫാണ് കുറച്ച്. പിന്നെ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. നമ്മളിപ്പോൾ വെറ്റ് വൈപ്സ് ഉപയോഗിച്ച് തന്നെ കളയാൻ നോക്കിയാൽ കുറച്ച് നന്നായിട്ട് ഉരക്കേണ്ടി വരും. അല്ലാണ്ട് കുറച്ച് പണിയാണ് ഇത് പോവാനായിട്ട്. നന്നായിട്ട് സ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം. ഇതിപ്പം ഞാൻ ഇട്ടപാടായതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. പിന്നെ കണ്ടില്ല, നമ്മൾ തുടച്ചു കഴിഞ്ഞാലും ആ ഒരു പിങ്ക് സ്റ്റെയിൻ എപ്പോഴും ചുണ്ടിൽ തന്നെ ഉണ്ട്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഹുദ ബ്യൂട്ടിയുടെ ആകുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എവരിബഡി നോസ്. എൻ്റെ ലിപ് ബാം ഇനി അടുത്ത ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ലാക്മിയുടെ തന്നെയാണ്. ലാക്മിയുടെ തന്നെ റേഞ്ച് വന്നിട്ട് കോറൽ സെൻസ് എന്ന് പറയുന്ന ഒരു കളറാണ്. ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു പീച്ച്, നല്ലൊരു പീച്ച് ഷെയ്ഡ് വരുന്നതാണ്. നമുക്ക് ഇന്ത്യൻ സ്കിൻ ടോണൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇതങ്ങനെ ഡെയിലി ബേസിസിലൊന്നും യൂസ് ചെയ്യാറില്ല. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാനാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ സ്വീറ്റ്സ് മറ്റേ ന്യൂട്രിസ്റ്റിൻ്റെ ഫാനായത് കാരണം എപ്പോഴും ഞാൻ അതാ യൂസ് ചെയ്യാറില്ല. ഇതൊരു പീച്ച്, നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇത് ഞാൻ ഈ സിനിമാറ്റിക് മോഡിലായതുകൊണ്ടാണ് എനിക്ക് ഇത്ര എടുത്ത് കാണിക്കുന്നത്. ശരിക്കും ഇത്ര ബോറിങ് പീച്ചല്ല, നല്ലൊരു ഷെയ്ഡ് ഓഫ് പീച്ചാണ് സംഭവം. ഞാൻ കുറേ ലിപ്പിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉരച്ചതുകൊണ്ട് എല്ലാം സൈഡിലെല്ലാം പറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ലാക്മിയുടെ എല്ലാം ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ സംഭവങ്ങളാട്ടോ. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ എനിക്ക് കുറേ പ്രിഫറൻസ് കിട്ടിയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ മേബലിൻ്റെ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന സംഭവമുണ്ട്. അതെനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഞാൻ ഇതങ്ങനെ ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുന്ന ഒരു ഷെയ്ഡല്ല.
ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എന്തിനറിയോ, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിക്സിങ്ങിന് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര നല്ലത്. നമ്മളെ കയ്യിലുള്ള ഡാർക്ക് മെറൂണൊക്കെ ആണെങ്കിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടൊരു ലൈറ്റ് മെറൂൺ ഷെയ്ഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളി കളറായത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. ചുട്ടുപ്പി എണീക്കുന്നതിന് മുന്നേ എനിക്ക് എടുത്ത് തീരണമെന്നുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. കോറൽ സെൻസ്, ഈ ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട് കോറൽ സെൻസ് ആണ്. ഈ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ കുറേ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇവർക്ക്. ഇവരുടെ ഒരു റെഡ് നല്ല ഷെയ്ഡാണെന്ന് എനിക്ക് കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പം നല്ലൊരു റെഡ് ഇല്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമേരിക്കാനോ തീർന്നു പോയതുകൊണ്ട് നല്ലൊരു റെഡ് എന്ന് പറയാൻ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് എനിക്കതൊന്ന് വാങ്ങിക്കണം. ഇപ്പം ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ഒരു റെഡ് ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈഗ്ലാം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, ആക്ച്വലി ഇന്ന് മേലേന്ന് പോയിട്ടുണ്ട്. കുറച്ച് നാളായി ഞാൻ ഇത് വാങ്ങിയിട്ട് സംഭവം. മൈഗ്ലാം എനിക്ക് തോന്നുന്നു മനീഷ് മൽഹോത്രയുടെ ബ്രാൻഡാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എൻ്റെ ഷെയ്ഡ് ഇതിലില്ല, കാണുന്നില്ല. ഇതും ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ വരുന്നൊരു 300 സംതിങ്, അങ്ങനെ ബിലോ 400 ആണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഭയങ്കര വലിയതാണ്, പെട്ടെന്നൊന്നും തീരൂല നമുക്ക്. ആൻഡ് ഇത് ഭയങ്കര ഒരു ഡാർക്ക് റെഡ് കണ്ടില്ലേ, ഇത്രയും റെഡ്നെസ് വരുന്നുണ്ട്. ആൻഡ് ഇത് ഞാൻ കുറച്ചിട്ടിട്ട് മൊത്തമായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യുക. കാരണം എൻ്റെ അമേരിക്കാനോ പോലെയല്ല, കുറച്ചൊരു ഭയങ്കര റെഡാണിത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ ഭയങ്കര റെഡ്. ഇത് ഞാൻ എങ്ങനെ മിക്സ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഹുദ ബ്യൂട്ടിയുടെ ഈ ഡാർക്ക് പിങ്ക് ഉണ്ടല്ലോ, അതും ഇതും കൂടെ മിക്സ് ചെയ്യുമ്പം എനിക്ക് നല്ലൊരു റെഡ് കിട്ടും. കാരണം കുറച്ചും കൂടെ ഡാർക്ക് ഒരു മെറൂൺ കൈൻഡ് ഓഫ് റെഡില്ലേ, ആ റെഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ ഒരു കളർ കിട്ടും എനിക്ക്. അങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്യാറുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. പിന്നെ ഇതിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത് ഭയങ്കര മാറ്റാണ്. ഇപ്പം തന്നെ ഇതാ എനിക്ക് നല്ല പോലെ മാറ്റായി. ഫുള്ളി സ്മഡ്ജ് പ്രൂഫാണ്, കിസ് പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, എല്ലോ ആണ്. പിന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ചെയ്ത ഉരച്ചാൽ പോവാത്തൊരു ടൈപ്പ് ഓഫ് സംഭവം. അത് സാധനം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്ക്. അതുകൊണ്ട് ഞാനിത് അധികം അങ്ങനെ ഇടാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ റെഡ് ഞാൻ കൂടുതലായിട്ട് ഇടാറുള്ളത്. ഇത് കണ്ടില്ലേ, പോവാനൊക്കെ കുറച്ച് പണിയായി ഇത് സാധനം. എനിക്ക് റെഡിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ ഹുദ ബ്യൂട്ടിൻ്റെ റെഡ് തന്നെയായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഫുള്ളിങ്ങനെ നിൽക്കും. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലാണ്ട് പിന്നെ നീ എന്തിനാണ് ഇടുന്നേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു റെഡ് സംഭവം വരുന്നത്. പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള എല്ലാം കൂടെ എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പരമാവധി കാണിച്ചു തരാം. ചുട്ടുപ്പി എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല. അതാണ് ഞാൻ കുറച്ചുകൂടെ പതിയെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ബ്രാൻഡ് വന്നിട്ട് നമ്മുടെ ഫീസസ് കാനഡയുടെയാണ്. ഫീസസ് കാനഡയുടെ ലിപ് കളർ 11 ആണ്. കംഫി മാറ്റ് ഫേസസ് കാനഡ. ഇതിൻ്റെ മാറ്റ് നമ്പർ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ഇനി കളറിന് ഷെയ്ഡ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇതൊക്കെ ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. കുറേന്ന് വെച്ചാൽ എന്തായാലും ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട് എൻ്റെ കയ്യിലിത്. അപ്പോൾ ഇത് ലിപ് കളർ 11 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഇതൊരു നൈസ് ഒരു ന്യൂഡ് മാറ്റ്, എന്താ പറയുക,
ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്, ഈ ഒരു ഷെയ്ഡ്. ഇത് ഞാൻ അത്യാവശ്യം കുറേ യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മറ്റൊരു ഷെയ്ഡിൽ സ്റ്റക്കായതുകൊണ്ട് ഇതൊന്നും ഞാൻ ഇപ്പോൾ എടുക്കാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലാലേറ്റനായി പോകും. ഇത് നല്ലൊരു പൗഡർ ഫിനിഷിംഗ് ഉള്ള പോലത്തെ കളറാട്ടോ. കണ്ടില്ലേ? ഇത് നമുക്ക് എപ്പോഴും ഒരു ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ ആക്ച്വലി ഈ കളർ ഇപ്പോൾ കുറേ നാളായി മാറ്റി വെച്ചിട്ട് ഞാൻ കുറേ നാളായി ഇത് ഉപയോഗിച്ചിട്ട്. ഇതിന് 3,999 ആട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത് മാനിച്ചില്ല, ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഷെയ്ഡാണ്. ബട്ട് ആക്ച്വലി ഈ ഷെയ്ഡ് എനിക്ക് ഇപ്പോഴാണ് കുറച്ചും കൂടി ഓർമ്മ വന്നത്. നല്ല ഷെയ്ഡാണ്, നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ഇനിയിപ്പോൾ എന്തായാലും യൂസ് ചെയ്യണം, മാറ്റി വെക്കണം സംഭവം. ഫേസസ് കാനഡയുടെ 11 ഇൻ ദ ഷെയ്ഡ് 11 കംഫി മാറ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. എൻ്റെ കയ്യിലുള്ളതെല്ലാം ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, അതുപോലെ തന്നെ മാറ്റാണ് കേട്ടോ. എന്താ വെച്ചാൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടെ ഗ്ലോസി ലിപ്സ്റ്റിക്ക് എനിക്കിഷ്ടമല്ല എന്ന് പറയാൻ കാരണം എൻ്റെ മുഖത്തിനും എൻ്റെ ലിപ്സിനും അത് ചേരുന്നില്ല. എൻ്റെ കുറച്ചും കൂടെ ചെറിയ ലിപ്സ് ആണല്ലോ, അപ്പം ഗ്ലോസി ഇടാനും മാത്രമുള്ള ഒരു പ്ലമ്മിങ് ഉള്ള ലിപ്സ് അല്ല. അപ്പം എനിക്കത് ഇടുമ്പം ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലോസി ലിപ്സ്റ്റിക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് പാഞ്ഞു പോകും, പെട്ടെന്ന് നമ്മൾ റീടച്ച് ചെയ്യേണ്ടി വരും. അതൊക്കെ ഭയങ്കര പണിയുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ മാറ്റ് ആകുമ്പം കുറച്ചും കൂടെ നല്ലതാണ്. ഇങ്ങനത്തെ സംഭവങ്ങളില്ല, അതിൻ്റെ ബ്രഷാണ് എനിക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല. വല്ലപ്പോഴും മാത്രമേ ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച് 2 മാത്രമേ എൻ്റെ അടുത്ത് ബുള്ളറ്റ് ആയിട്ടുള്ളൂ. അത് ഞാൻ വാങ്ങിക്കാറേ ഇല്ല ആ സാധനം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു ഷെയ്ഡ് ഫ്രം ഫേസസ് കാനഡ. ഇതും കുറച്ച് കളയാൻ പണിയാണ്. ഇപ്പം ഞാൻ ഇട്ട പാടായതുകൊണ്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. എൻ്റെ ചുണ്ടിൽ പുറത്തേക്കൊക്കെ മൊത്തം ഷെയ്ഡായിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും കുറച്ച് സ്വാച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. മൊത്തം ചുണ്ടിലിടാൻ നിന്ന് ഇന്ന് പണി പാടും. Where is the lip balm? അപ്പോൾ ഇനി ഞാൻ അടുത്തത് ഇപ്പം ഏതാ കാണിക്കുമോ? അടുത്ത ഞാൻ ഈ ഒരു ഷെയ്ഡ് കാണിച്ചത്. ഇത് ഞാൻ കയ്യിൽ സ്വാച്ച് ചെയ്യാം. ഇത് ഇട്ടാലിപ്പം ചിലപ്പം ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെയാണ്. ഡാസ്ലറിൻ്റെ ഷെയ്ഡ് കാണുന്നില്ലല്ലോ. നമ്പർ C23 എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഭയങ്കര റീൽസിലൊക്കെ തരംഗമായിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ സ്കിൻ ടോണിന് ഇത് കുറച്ചും കൂടി ഡാർക്കാണ്. നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ അത്ര കണ്ടില്ലേ, ഇത്ര ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൻ്റെ ഫാനല്ല ഞാൻ ഇട്ടാൽ ഭയങ്കര ഡാർക്കായിട്ട് ചുണ്ട് മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കും. അതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. വളരെ ലൈറ്റായിട്ട് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ യൂസ് ചെയ്യുമ്പം എനിക്കിത് ഓക്കെയാണ്. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ബാക്കി ടിഷ്യൂ വെച്ചിട്ട് അബ്സോർബ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് C23. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു. ഇപ്പം ഏകദേശം കളറൊക്കെ പോയിട്ടുണ്ട്. ഇതും ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ എൻ്റെ ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അതുമായിട്ട് മിക്സപ്പ് ചെയ്യുമ്പം എനിക്കൊരു നോർമൽ ഒരു സട്ടിലായിട്ടുള്ളൊരു എനിക്കിഷ്ടപ്പെടുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാറുണ്ട്. അപ്പം അതാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ഫൗളായിട്ട് ഭയങ്കര ഡാർക്കായിട്ട് വന്നിട്ടുള്ള ഷെയ്ഡ്സ് എല്ലാം ഞാൻ അങ്ങനെ ചെയ്യാം. കുറച്ചൊന്ന് മിക്സപ്പ് ചെയ്തിട്ട്
കുറച്ച് ലൈറ്റാക്കിയിട്ട് ഇടും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ലാക്മിയുടെ 9 to 5 കാറ്റഗറിയിൽ വരുന്നതാണ്. ഇൻ ദ ഷെയ്ഡ് ന്യൂഡ് കുഷേൻ്റെയാണ്. ഇതും ഞാൻ ഭയങ്കര നല്ല രസമുള്ള പിങ്കായിരിക്കും വെച്ച് വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇത് നല്ല ഷെയ്ഡാണ്. ഈ ജാൻവി കപൂറൊക്കെ അധികം ഇടുന്ന പോലത്തെ ആ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ എൻ്റെ മുഖത്തിനും എൻ്റെ ലിപ്സിനും ഇത് അത്ര ഒരു സ്വീറ്റബിൾ കളറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതില്ലേ ഈ ഒരു കളറ്, ഇത് ഞാൻ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഇത് എനിക്ക് ഭയങ്കര എക്സ്പോസ് ആയിട്ട് കാണുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്, കണ്ടില്ലേ? ഇത് തന്നെ സെയിം എക്സാക്ട് ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ എൻ്റെ മുഖത്തിടുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റായിട്ട് വരുന്ന പോലെ തോന്നുന്നു. അതെൻ്റെ സ്കിൻ ടോണിൻ്റെ ആയിരിക്കാം. ഇതാണ് ഈ ഷെയ്ഡ് വരുന്നത്, എക്സാക്ട് ഷെയ്ഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ ലിപ്പിലിടുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ കളറും എല്ലാം കൂടി മിക്സായിട്ട് ഒരുമാതിരി ഷെയ്ഡ് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇതും മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ടാണ് ഇടാറുള്ളത്. ഇതാണ് നമ്മുടെ ലാക്മിയുടെ 9 to 5 വെയ്റ്റ്ലെസ് മാറ്റ് ലിപ്പ് ആൻഡ് ചീക്ക് കളറാണ്. ചീക്കിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ദാറ്റ് വാസ് ഗുഡ്. ഞാൻ ഇടയ്ക്ക് ഇതൊരു കല്യാണത്തിന് മുമ്പിലോ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലിപ്സ്റ്റിക്ക് ബ്ലഷ് ആക്കിയിട്ട് ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറ്റായതുകൊണ്ട്, മീൻസ് എൻ്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണല്ലോ, അതിങ്ങനെ കുറച്ചും കൂടെ കട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുത്ത് ഞാൻ ഉപയോഗിക്കാറില്ല. ന്യൂഡ് കുഷൻ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. ഇതാണ് ഒരു കളർ. ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല ഇപ്പം എന്തായാലും. ഇനിയിപ്പം അടുത്തത് ഇത് എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് സുഡിയോ തന്നെയാണ്. സുഡിയോൻ്റെ സ്റ്റെയിൻ ഡിവൈൻ എന്ന് പറഞ്ഞിട്ടുള്ള B2 ആ ഒരു ഷെയ്ഡാണ്. ഇതൊരു കുറച്ചൊരു പിങ്കിഷ് ടൈപ്പ് ഓഫ് സംഭവമാണ്. ന്യൂഡ് ബ്രൗൺ ഒന്നുമല്ല, ഒരു ന്യൂഡ് പിങ്ക് അങ്ങനത്തെ ഒരു കൈൻഡിൽ വരുന്നത്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാം, കണ്ടില്ലേ? ഈ ഒരു ഷെയ്ഡ് ഫോക്കസ് ആകുന്നില്ല. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതും കുഴപ്പമില്ലാത്ത ഒരു ഇത് മാറ്റല്ല കേട്ടോ. ഇത് കുറച്ചൊരു ഗ്ലോസി ആയിട്ട് അങ്ങനെ വെൽവെറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. നമ്മുടെ മാക്കിൻ്റെ ഒക്കെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇല്ലേ, അതിൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചറാണ് വരുന്നത്. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇതിൽ ഏതാണ് റെഡ്? ഞാൻ എൻ്റെ കയ്യിലുള്ള വേറൊരു റെഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എടുത്ത് തീർത്തില്ലെങ്കിൽ എനിക്ക് പണിയാവും, അതുകൊണ്ടാണ്. അപ്പം ഇത് ഫേസസ് കാനഡയുടെ തന്നെ കോഫി മാറ്റിൽ വരുന്ന സംഭവം. ഇത് ഇൻ ദ ഷെയ്ഡ് 01 അതാണ് ഷെയ്ഡ് വരുന്നത്. ഇതൊരു റെഡ് ലിപ്സ്റ്റിക് കേട്ടോ. ഇത് ഞാൻ വേണം ഇട്ട് കാണിച്ചു തരാം. ഇതും പക്ഷേ എനിക്ക് ആ ഒരു ഞാൻ ഉപയോഗിച്ച റെഡിൻ്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഭയങ്കര റെഡി ലിപ്സ്റ്റിക്കാണ്. ഇത് കണ്ടില്ലേ, ഭയങ്കര ഒരു റെഡ് കളറാണ്. എന്തായാലും ഞാൻ നോക്കട്ടെ. ഇത് ആക്ച്വലി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് കുറേ നാളായി. ഇതൊക്കെ ഞാൻ ഇപ്പം പെട്ടിയിൽ വെച്ച് പൂട്ടലാണ്. ഈ റെഡ് സംഭവങ്ങളൊക്കെ ഞാൻ അധികം ഏതെങ്കിലും കല്യാണത്തിന് റിസപ്ഷനൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാനിപ്പം കുറേ നാളായി യൂസ് ചെയ്ത്. ഞാനിപ്പോൾ റിസപ്ഷന് പോകുന്നതാണെങ്കിലും നമ്മുടെ ന്യൂട്രിസ്റ്റോ അല്ലെങ്കിൽ ന്യൂട്രിമൊക്കെ ഇട്ടിട്ട് തന്നെ പോവുക. ബട്ട് എനിക്കിത് മൈഗ്ലാമിൻ്റെ റെഡിനെക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡായത്. കണ്ടില്ലേ, ഫുള്ളൊരു പൗഡർ മാറ്റ് ഫിനിഷ് വരുന്ന സംഭവമാണ്. ഇത് കുഴപ്പമില്ല ആക്ച്വലി. ഇത് ഉപയോഗിക്കണം. എന്താ പറയുക, കുറച്ചൊരു എനിക്ക് എൻ്റെ നേരത്തെ ആ മൈഗ്ലാമിൻ്റെ റെഡിനെക്കാളും ഇത് കുറച്ച് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ കാരണം ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ നാളായി ആക്ച്വലി. ഇതെല്ലാം നിൻ്റെ കളക്ഷനിൽ ഇങ്ങനെ ഇട്ടിട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഉപയോഗം വളരെ കുറവാണ്. ഇത് പോവാൻ കുറച്ച് പണി കേട്ടോ, കണ്ടില്ലേ?
ആക്ച്വലി അത് കളയാൻ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 2-3 ഉള്ളൂ. അത് ഞാൻ എന്തായാലും സ്വാച്ച് ചെയ്ത് കയ്യിൽ കാണിക്കാം. ഇത് നമ്മുടെ ഫേസസ് കാനഡേൻ്റെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് കളറിൽ വരുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഷെയ്ഡ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് നിന്ന് പോയി തോന്നുന്നു. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഈ പിങ്ക് ഷെയ്ഡ് എനിക്ക് ആക്ച്വലി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് എൻ്റെ ഫേസിന് അത്ര അങ്ങോട്ട് മാച്ചല്ല. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്, കണ്ടില്ലേ? ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു കളറ് ഇതെനിക്ക് എൻ്റെ ഫേസിലെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും. അതുകൊണ്ട് ഇത് ഞാൻ ഹാർഡ്ലി ഒരു 1 or 2 ടൈം അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതെല്ലാം ഈ 3 സംഭവം ഞാൻ ഒരു സെറ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന 1, 2, 3 ഒരു 3 ഞാൻ സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് ഏത് കളറാണ് നല്ല, ഏത് കളറാണ് മോശം എന്നുള്ളത്. ഞാൻ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് റെഡും പിന്നെ മറ്റേത് ഈ ഒരു ഷെയ്ഡുമാണ്. ഈ 11 എന്ന് പറയുന്ന ഷെയ്ഡ് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ റെഡും കുഴപ്പമൊന്നുമില്ല, നല്ല കളറാണ്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് മുഖത്തുനിന്ന് ഇങ്ങനെ ഭയങ്കര എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അടുത്തത് എൻ്റെ വീണ്ടും ഒരു കോസ്റ്റ്ലി സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ദിസ് ഈസ് ഫ്രം അഗെയിൻ ലോറിയൽ പാരീസ്. ലോറിയൽ പാരീസിൻ്റെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മളിങ്ങനെ റീൽസിൽ ഒരുപാട് കണ്ട് ഞാൻ അവസാനം വാങ്ങിച്ചിട്ടുള്ളൊരു സാധനം. ഇത് നമ്മുടെ ലേസി സൺഡേ ഫ്രം ലോറിയൽ പാരീസ് 150 ലേസി സൺഡേ. ഇതാണ് ഈ കളറിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഞാൻ ഇട്ടിട്ട് കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ ഷെയ്ഡൊക്കെ അടിപൊളി ഷെയ്ഡാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇട്ട് കാണിക്കാം. കണ്ടോ, എൻ്റെ ഈ സ്കിൻ ടോണിന് ഇത് ഭയങ്കര ഡാർക്കാണ്. പോരാത്തതിന് ഇതിനൊരു കണ്ടില്ലേ, ഇതിനൊരു ഫില്ലിംഗ് ഇല്ല. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ മൊത്തം പോയിട്ടുണ്ട്. ഇതാണ് മെയിൻ പ്രശ്നം, ഫുള്ളും പോയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് അതിൻ്റെ അകത്തുള്ള ലിപ്സ്റ്റിക്കൊക്കെ പോയിട്ടുണ്ടാവും. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് എന്തായാലും ഒരു 800 സംതിങ് റേഞ്ച് പ്രൈസ് വരുന്നുണ്ട്. ആ പ്രൈസിന് ഇത് ഭയങ്കര പൊട്ട സാധനമായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തത് ഞാൻ വേറൊരു കളറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ചൊരു ലാസ്റ്റിംഗ് ആയിട്ട് തോന്നി. അല്ലെങ്കിൽ ഇങ്ങനെ പാച്ച് വന്ന് മൊത്തം പോവുകയാണ്, നമ്മുടെ ലിപ്സിൽ നിന്ന് മൊത്തമായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പാച്ചസ് വന്ന് പോവും സാധനം എക്സാക്ട്ലി. അപ്പം ഇത് ഞാൻ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ എങ്ങനെ ഇട്ടിട്ടും എനിക്ക് കളറൊക്കെ ഓക്കെയാണ്, പക്ഷെ എൻ്റെ സ്കിൻ ടോണിന് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഒട്ടും ലാസ്റ്റിംഗ് അല്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ലോറിയലിൻ്റെ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ഷേപ്പ് ബോട്ടിൽ വരുന്ന മറ്റേ കാറ്റഗറി ഉണ്ടല്ലോ, അത് മാത്രമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ആർക്കും പ്രിഫർ ചെയ്യില്ല. വെറുതെ നിങ്ങൾ കാശ് കൊണ്ടേ കളയണ്ട. ഓക്കെ, അപ്പോൾ അവരെ തന്നെ ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ദിസ് ഈസ് ഓൾസോ ഫ്രം ലോറിയൽ പാരീസ്. ഇതൊരു നല്ലൊരു ഐ റോൾ 224 ഐ റോൾ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതൊരു കൈൻഡ് ഓഫ് നല്ലൊരു ന്യൂഡ് പിങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പീച്ചി പിങ്ക് ഷെയ്ഡ് വരുന്നതാണ്. കാണിച്ചുതരാം. ഇതെനിക്ക് കുറച്ച് ലൈറ്റാണ്, ബട്ട് ഇത് നേരത്തെ ഞാൻ കാണിച്ചതിൻ്റെ സെയിം ഇതുണ്ടല്ലേ, ഇതാണ് കളർ വരുന്നത്. പക്ഷെ ഞാൻ ഇത് കുറച്ച് മിക്സ് മാച്ച് ആക്കിയിട്ടൊക്കെ ഇടാറുണ്ട്. ഇതും ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ എൻജാൻഡ് ഉണ്ടല്ലോ, എൻജാൻ്റെ സെയിം കാറ്റഗറിയിൽ വരുന്നതാണ്. ചെറിയൊരു തണുപ്പും നല്ലൊരു പൗഡറി മാറ്റ് ഫിനിഷൊക്കെ തരുന്ന സംഭവമാണ് ഇത്. എനിക്ക് വാങ്ങിയിട്ട് ഞാൻ എന്താ പറയുക, ഭയങ്കര ഹാപ്പി അല്ലെങ്കിലും കളറിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ച ഒരു ടൈപ്പ് ഓഫ് ടോൺ അല്ല എനിക്ക് എൻ്റെ സ്കിൻ ടോണിന് ഇട്ടപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്.
ബട്ട് ഓവറോൾ ഇത് നല്ലൊരു വേർത്തി ആയിട്ടുള്ള സാധനമാണ് ആ ഒരു പ്രൈസിന്. പക്ഷെ ഇത് ഒട്ടും വേർത്തി ആയിട്ടുള്ള സാധനമല്ല. ഞാൻ ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറയില്ല. ഇത് പൊട്ട സാധനം ശരിക്കും. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ കയ്യിൽ സ്വാച്ച് ചെയ്ത് തന്നു. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷനിൽ ഇപ്പം റീസെൻ്റ്ലി ഉള്ളത്. കുറേ ഉണ്ടായിരുന്നു ആക്ച്വലി. കുറേയൊക്കെ ഞാൻ ഉപയോഗിക്കാൻ ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം കളഞ്ഞു. എന്താ പറയുക, ഈ ലിപ് പെൻസിൽസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ കറൻ്റ്ലി ഉള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഞാൻ ഇപ്പം ആദ്യമൊക്കെ ഞാൻ ലിപ്സ്റ്റിക്സ് ഞാൻ കാണുന്നതിനെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പം ഞാൻ വാങ്ങിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ വാങ്ങി വയ്ക്കുന്നില്ല. അതിങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന, ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്സ് ആണല്ലോ ട്രെൻഡിങ്. അപ്പോൾ അങ്ങനത്തെ കളേഴ്സ് തന്നെയാണ് കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വെറുതെ വാങ്ങി നമ്മൾ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ വാങ്ങിക്കാറില്ല. ഇപ്പം ഞാൻ തീരുന്നതിനനുസരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് മാത്രം റീഫിൽ ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഹുദ ബ്യൂട്ടീൻ്റെ റെഡ് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്. അത് പ്രോബബ്ലി ഞാൻ ഇപ്പം അടുത്ത് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിൽ ഞാൻ യൂസബിളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്ന് പറയുന്നത്. കുറേ നാളായിട്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ച വീഡിയോസാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഒരു ടൈം കിട്ടിയത്. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. ഞാൻ എല്ലാത്തിൻ്റെയും കളേഴ്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് നിങ്ങൾ മെൻഷൻ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. ഷുട്ടൂപ്പി ഉറക്കാന്ന്, അതുകൊണ്ട് ഞാൻ മാത്രം ടാറ്റ ബൈ.